ഇപ്പൊ നമുക്ക് അല്ലേ ലുക്ക് കണ്ടിട്ട് പ്രായം പറയാൻ പറ്റൂലട്ടാ. പിന്നെ ഇപ്പൊ റീൽസ് ഉണ്ടല്ലോ, അതുകൊണ്ടിനെ കുഴപ്പമില്ല. അതിങ്ങനെ തേച്ച് 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 എവിടം വരെ പോകുന്ന ഒരു പിടിയില്ല എന്നുള്ളത്. അച്ഛാ ഒന്നും സംഭവിക്കാതെ ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ ആ കിടാവായിട്ട് പള്ളിയിൽ ഒരാട്ടാന്ന്. ദൈവമേ, കിടാവിനെ കെട്ടാനായിട്ടുള്ള സ്ഥലം നമ്മുടെ പള്ളിയിലില്ലേ? പെറ്റമ്മക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഷയുള്ളവനാണ് ഞാൻ. സെബസ്ത്യാനോസ് ഉണ്ണിയാളുടെ മകനാണ് ഞാൻ. ഗോതിരത്തിൽ തേരാപ്പാരാണെന്നിരുന്ന വെച്ചാൽ അമ്പിന്റെ പിന്നാലെ. അച്ഛൻ ഈ ഷൂ ഇട്ട് പള്ളിയിലേക്ക് ശരിയാണ്. വൈദിക വസ്ത്രത്തിന്റെ ഒരു ഭാഗമാണ് ഷൂസ്. ഈ ചിത്രമുള്ള ഒരു വീട്ടിൽ ആരെങ്കിലും ഉണ്ട്? ഇതേ ചിത്രം, ദ സെയിം പിക്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഈണം, ഒരു താളം അല്ലെ? അത് ആ ഒരു താളത്തിൽ പോയാലാണ് നമുക്ക് ചെല്ലാൻ പറ്റുള്ളൂ. നമുക്ക് ആകെ രണ്ട് പ്രാവശ്യമോ കത്തോലിക്ക സഭയിൽ പ്രാർത്ഥന പഠിപ്പിക്കുന്നുള്ളൂ. അത് എപ്പോഴൊക്കെയാണ്? ആദ്യ കുർബാന സ്വീകരണവും സ്ഥൈര്യലേവനും. രണ്ട് കോഴ്സും കഴിഞ്ഞിരിക്കണേണ് നിങ്ങൾ. ഈ കുടുംബ പ്രതിഷ്ഠാജപം അറിയാമോ എന്ന് ചോദിച്ചു. എന്നിട്ട് അമ്മാമ്മ ചോദിച്ചു, അച്ഛാ ഇത്ര ഉള്ളത് വേണോ, ഇത്ര ഉള്ളത് വേണോ? നമുക്ക് ആ സാധനത്തെ എന്ത് കിട്ടിയാലും ഔസപിതാവേ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ പറയും. പൈലുകുട്ടി ചേട്ടാന്ന് പറഞ്ഞാലും ഞങ്ങൾ കൊണ്ടുവെച്ചിക്കണേന്ന് പറയും. അത് ആ ഒരു ഈണം, ഒരു താളമാണ്. മേരി ചേച്ചി ഞങ്ങൾ കൊണ്ടുവെച്ചിക്കണേ. എന്തിന് വിശാലാക്ഷി ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ കൊണ്ടുവെച്ചിക്കണേന്ന് പറയാം. കാരണം അത് ആ താളമാണ്, ആ ഈണമാണ്. ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ എൻ്റെ ഹൃദയം നിന്റെ ഹൃദയം പോലെ ആക്കണേ. ഒരു ദിവസം കുർബാന കഴിഞ്ഞ് പുറത്ത് വെക്കുക. അപ്പോൾ ഒരു അമ്മച്ചി, ഇത്രയും പ്രായം ഉണ്ടാവും, ശരിയാണ്. അമ്മച്ചി വന്നിട്ട് പറഞ്ഞു, അച്ഛാ കിടാവിന വയ്യ, ആശുപത്രിയിലാണെന്ന് പറഞ്ഞു. നമുക്കൊറ്റ കിടാവുള്ളൂ, ആ വശ കിടാവാണ്. കിടാവിന് ആശുപത്രിയിൽ പോകാൻ സാധ്യതയുണ്ടല്ലോ. കാരണം നമ്മുടെ എല്ലായിടത്തും ഒക്കെ സംഭവിക്കുന്ന കാര്യമാണ്. കിടാവിന് ഉവാവൊക്കെ വരും, ആശുപത്രി കൊണ്ടുപോകും. അപ്പോൾ പറഞ്ഞു, അച്ഛാ കിടാവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ പ്രാർത്ഥിച്ചേക്കാഴ്ച കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ഡയലോഗ്, ഓപ്പറേഷനാണ് അച്ഛാന്ന് പറഞ്ഞു. ദൈവമേ, ഓപ്പറേഷൻ? ഞാൻ പറഞ്ഞു, ഇല്ലേച്ചി കുഴപ്പമില്ല, ഒന്നും സംഭവിക്കില്ല, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അച്ഛാ ഒന്നും സംഭവിക്കാതെ ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ ആ കിടാവായിട്ട് പള്ളിയിൽ ഒരാട്ടാന്ന് പറഞ്ഞു. ദൈവമേ, കിടാവിനെ കെട്ടാനായിട്ടുള്ള സ്ഥലം നമ്മുടെ പള്ളിയിലില്ലേ? അപ്പം ഞാനിങ്ങനെ, ദൈവം ഇത് ഇപ്പം എന്ത് ചെയ്യൂ ഇത്? അപ്പോഴാണ് കപ്പ്യാരേട്ടൻ വന്നിട്ട് പറഞ്ഞ്, അച്ഛാ കിടാവ് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കിടാവല്ല, ഇവിടെ പിള്ളേരെയൊക്കെ കിടാവുന്നാണ് പറയണതെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചില സ്ലാങ്ങുകൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, എൻ്റെ അമ്മ ഇപ്പം ഇല്ല, അമ്മ മരിച്ചു. അപ്പം എൻ്റെ അമ്മനെ കാണാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും. അമ്മ മരിച്ചിട്ട് 1 വർഷം ആയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അമ്മനെ കാണാൻ പോകുമ്പോൾ അമ്മയുടെ അടുത്ത് ഇങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കും. അപ്പോൾ അമ്മ എന്നോട് ചോദിക്കും, എടാ നീ എന്തൊന്നാണ് ഈ പറയണേന്ന്? നിങ്ങളൊന്ന് മനസ്സിലാക്കണം, പെറ്റമ്മക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഷയുള്ളവനാണ് ഞാൻ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാതെ പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമല്ല, മറിച്ച് എൻ്റെ കുഴപ്പം. ഇതൊരു ബൊഫേണ്. നേരത്തെ ഇങ്ങനെ വെക്കും, എല്ലാവരും എടുക്കുമോ നമ്മ? ഇല്ല, നമുക്ക് ആവശ്യമുള്ള എടുത്താൽ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കഴിച്ചു കൊടുത്തേക്കിട്ട് തന്നെ വീണ്ടും പുറത്തേക്ക് വരുമോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഒരു പ്രസംഗം കേൾക്കുമ്പോൾ, ഒരു പുസ്തകം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം എന്ന് വെച്ചാൽ, എല്ലാവരും കൂടി നിങ്ങൾക്കുള്ളതല്ല. ഈ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കില്ല ഈ ചേച്ചിക്ക് കുടിക്കണം. അപ്പോൾ ഞാനിങ്ങനെ വാരി പത്രം ആവശ്യമുള്ള എടുക്കുക, പൊക്കോ. പിന്നെ പുതുതായിട്ടൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് പറയും, അച്ഛത് ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പം അങ്ങനെ ഒരു ടെൻഷൻ വിചാരിക്കേണ്ട. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതിനു വേണ്ടിയിട്ട് നിങ്ങളെ എൻ്റെ മുമ്പിൽ ദൈവമായ കർത്താവ് കൊണ്ടുവന്ന് വെച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ചിലർക്ക് ഒരു ചിന്ത വന്നുണ്ടാവും, അച്ഛൻ ഈ ഷൂ ഇട്ട് പള്ളിയിൽ നിൽക്കണത് ശരിയാണ്. ചിലർക്ക് ഇപ്പോഴായിരിക്കും കാണുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ അച്ഛനായിട്ട് 21 വർഷം പൂർത്തിയായി. ഈ വസ്ത്രം ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ഇതുണ്ടാവും. എൻ്റെ ഞാൻ ഷൂസ് ഇടാതെ, ഷൂസ് എന്ന് പറയുമ്പോൾ ഇത് പള്ളികളിൽ അൾത്താരയിൽ മാത്രം ഉപയോഗിക്കുന്ന ഷൂസാണ്, അല്ലാതെ പുറത്തേക്ക് പോകുമ്പോൾ ഉള്ളതല്ല. ഈ വൈദിക വസ്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഷൂസ്. ഞാനത് ചിലപ്പോൾ ഞങ്ങൾക്ക് ഇപ്പം എന്നെ കണ്ട് ശീലമുള്ള എൻ്റെ രൂപതയിലുള്ള ആളുകൾക്ക് അതൊരു വിഷയമില്ല. കാരണം അവനോ പറഞ്ഞിട്ട് നന്നാവില്ലടാണ്. പക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഇതിങ്ങനെ ആലോചിച്ചിരുന്ന് ക്ലാസ് ശ്രദ്ധിക്കാതെ പോകും ചിലർ. അപ്പോൾ അതിനൊരു ഉത്തരവാദിത്യം തന്നേക്കാന്ന് വിചാരിച്ചാണ്. എന്നിട്ട് ക്ലാസ് സ്വസ്ഥമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, സെബസ്ത്യാനോസ് ഉണ്ണിയാളൻ എങ്ങനെയാണ് മരിച്ചത്? ഈ വെണ്ടൂര് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് നമ്മുടെ തൃശ്ശൂർ, സെബസ്ത്യാനോസ് ഉണ്ണിയാളുടെ പള്ളിയാണ്. ആ പള്ളിയിൽ ഒരു ദിവസം കുർബാനയ്ക്ക് പോയി കാണും. കുർബാന കഴിഞ്ഞിട്ട് പ്രദക്ഷിണം നടക്കുക. അപ്പോൾ പ്രദക്ഷിണം നടക്കണതിൻ്റെ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞാൽ ഒരു ചോദ്യം ചോദിക്കാണ്ട് ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. ചുറ്റും നോക്കിയപ്പോൾ ആരുമില്ല.
ചോദിച്ചോളാൻ പറഞ്ഞു. കാരണം നമുക്ക് ഇവരുടെ ചോദ്യം നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, അച്ഛാ സെബസ്ത്യാനോസ് ഉണ്ണിയാൾ മരിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഗത കൊണ്ട് അടിയായിട്ട് മരിച്ചാണെന്ന് പറഞ്ഞു. ഓക്കെ, എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യത്തിൻ്റെ ഒരു മുന്നോടിയായിരുന്നു എന്ത് ആദ്യത്തെ ചോദ്യം. അച്ഛാ, ഗത കൊണ്ട് രക്തസാക്ഷിത്വ മകുടം വരിച്ച വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമ്പ് എഴുന്നള്ളിക്കുന്നതിനേക്കാളും നല്ലത് ഈ ഗതയല്ലേ അച്ഛ എഴുന്നള്ളിക്കണ്ടേ? ശരിയല്ലേ? നാലോചിച്ച് നോക്കിയ ഗതയൊക്കെ പിടിച്ച് പട്ടുകൂടെയൊക്കെ വെച്ച് എന്ത് രസമായിരിക്കും, ഒരു ഭംഗിയായിരിക്കും അത്. അമ്പാണെങ്കിൽ ഒരു ചിരികൊള്ളുള്ള അമ്പത് എവിടെ വെച്ച് കാണാനും പറ്റില്ല, അത് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. ഗതയാണെങ്കിൽ ആഹാ, ഒരു വേറെ പട്ടുകൂടെ എടുക്കാൻ വേറെ ആളെ വേണ്ട, അതൊരു ഗമയായിരിക്കുള്ളൂ. ഗതക്കൊരു ഗമയുണ്ട്. പ്രിയമുള്ളവരെ, ആ സമയത്ത് ആ പള്ളിയിലെ വികാരിച്ചൻ എൻ്റെ അടുത്ത് പറഞ്ഞ് അച്ഛാ ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന് പറഞ്ഞു. ചായക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല, എന്നാലും ഈ ചെക്കൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ വികാരിച്ച് വിളിക്കണം, ഞാൻ പോട്ടേട്ടാന്ന് പറഞ്ഞു. ഞാൻ പോയി. പക്ഷെ അപ്പോഴും ഈ ചെക്കൻ ചോദിച്ച ചോദ്യം നമ്മളെ അസ്വസ്ഥമാക്കി. ഗതയുടെ പ്രഹരമേറ്റ് മരണപ്പെട്ട സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഗതയല്ലേ കൊണ്ടു നടക്കേണ്ടത്? അല്ല, ന്യായമായ ചോദ്യമല്ലേ ചെക്കൻ ചോദിച്ചു. അതായത് ഞാനിങ്ങനെ എനിക്ക് ചില സമയത്ത് ചില ചോദ്യങ്ങൾ കിട്ടുമ്പോൾ ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഞാൻ ആദ്യം തന്നെ കൊണ്ടുവന്ന സ്ഥലം ഏതാണെന്നറിയാമോ? എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരവാണ് ദേ അവിടെ ആ ബലിപീഠത്തിൻ്റെ മുമ്പിലൊക്കെ അങ്ങോട്ട് ഇടാം. എന്നിട്ട് ഈശോനോട് പറയും, ഈശോ ഇതേ ഇങ്ങനൊരു ചോദ്യം കിട്ടിയിട്ടുണ്ട്, ഉത്തരം എനിക്ക് വേണം. സെബസ്ത്യാനോസ് ഉണ്ണിയാളുടെ മകനാണ് ഞാൻ. ഗോതിരത്തിൽ തേരാപ്പാരാണെന്നിരുന്ന വെച്ചാൽ അമ്പിൻ്റെ പിന്നാലെ. പക്ഷെ അതിന് ഉത്തരം കിട്ടാത്തപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ. ഞാനത് ഈശോയുടെ മുമ്പിലേക്ക് ഇട്ട് ഈശോ തന്നൊരു മറുപടി എന്ന് വെച്ചാൽ ഗതയുടെ പ്രഹരമേറ്റ് അവൻ അപ്പം തന്നെ മരിച്ചുപോയി. അമ്പിൻ്റെ പ്രഹരമേറ്റിട്ട് അവൻ മരിച്ചില്ല, അതിനെ തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഈ ഗതയ്ക്ക് പകരം അമ്പ് കൊണ്ടു നടക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ സഹനമെന്ന് പറയുന്നത് സഹിച്ച് മരിക്കാനുള്ളവരല്ല നമ്മൾ, മറിച്ച് സഹനത്തെ തോൽപ്പിക്കാനുള്ളതാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് സഹനത്തെ തോൽപ്പിച്ചവനാ കർത്താവ്. തൽക്കാലത്തേക്ക് അവർ സഹിപ്പിക്കാൻ വന്നവരുടെ മുമ്പിൽ 1-3 ദിവസത്തേക്ക് മരിച്ച് ഒളിച്ചു കിടന്നു എന്നല്ലാതെ അവന് സഹനത്തെ പേടിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ അമ്പ് നമ്മുടെ വീടുകളിലൂടെ കയറി ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, സഹനത്തെ തോൽപ്പിക്കാനുള്ളൊരു കൃപയാണ്. ഗത എന്ന് പറയുമ്പോൾ സ്പോട്ടിൽ മരിച്ചു വരാം, പക്ഷെ അമ്പ് അങ്ങനെയല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ സെബസ്ത്യാനോസ് ഉണ്ണിയാളുടെ അമ്പ് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? സഹനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? സഹനം ഉറപ്പാണ്. അതിനെ ഞാൻ തോൽപ്പിക്കും. ആരുടെ കൂടെ നിന്ന്? ഈശോയുടെ കൂടെ നിന്ന്. ആ ഒരു കൃപയാണ് നമുക്ക് സ്വന്തമാക്കേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കാം. പ്രിയമുള്ളവരെ, നമ്മളുടെ വീട്ടിൽ ഉണ്ടാ ഈ സാധനം ഉണ്ടാ ഇതിനെ എന്തു പറയും? ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഒരു ഛായാചിത്രമാണ്. ഈ ചിത്രമുള്ള ഒരു വീട്ടിൽ ആരെങ്കിലും ഉണ്ട്? ഇതേ ചിത്രം, ദ സെയിം പിക്ക് ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കൈവക്കാം, ഒന്ന് കാണണം. ഇത് തന്നെയാണോ? ഉറപ്പാണോ? ഞാനത് മനഃപൂർവ്വം ചോദിച്ചതാണ്. ദ സെയിം പിക്ക്. വ്യത്യാസമുണ്ട് ഇതിന്. പ്രിയമുള്ളവരെ, ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായിട്ടുള്ളതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും വീട്. തിരുഹൃദയത്തിൻ്റെ പ്രതിഷ്ഠാജപം ചെല്ലാൻ അറിയാമോ? മൈക്കാന്ന് ചെല്ലു? അല്ല, അത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? അല്ലേ, നമ്മുടെ പ്രാർത്ഥനകളുടെയൊക്കെ പ്രത്യേകത എന്താണ്? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഈണം, ഒരു താളം അല്ലേ? അത് ആ ഒരു താളത്തിൽ പോയാലാണ് നമുക്ക് ചെല്ലാൻ പറ്റുള്ളൂ. കൂട്ടത്തിൽ നിന്ന് എന്ത് പ്രാർത്ഥനയും നമ്മൾ നടത്തും. ഒറ്റക്ക് കഴിയുമ്പോൾ അല്ലേ ഒരു 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 പകപ്പുണ്ടാവുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളതാണ്. നമ്മൾ പ്രാർത്ഥന നമുക്ക് ആകെ 2 പ്രാവശ്യമോ കത്തോലിക്ക സഭയിൽ പ്രാർത്ഥന പഠിപ്പിക്കുന്നുള്ളൂ. അത് എപ്പോഴൊക്കെയാണ്? ഒന്ന് ആദ്യ കുർബാന സ്വീകരണവും സ്ഥൈര്യലേവനും. 2 കല്യാണം. 2 കോഴ്സും കഴിഞ്ഞിരിക്കണേണ് നിങ്ങൾ. ഇപ്പോഴും നിങ്ങളോട് ചോദിച്ചാൽ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? ഇതുപോലെ തന്നെ അമ്മമാരോട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്ലാസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഞാൻ ഈ അമ്മമാരോട് ചോദിച്ചു, പ്രിയമുള്ളവരെ, ഈ കുടുംബ പ്രതിഷ്ഠാജപം അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു അമ്മാമ്മ, ഒരു 70 വയസ്സ് പ്രായം ഉണ്ടാവും, മേക്കാമോതിരമൊക്കെ ഇട്ട് ചട്ടയും മുണ്ടൊക്കെ ഇട്ട് അമ്മാമ്മ എഴുന്നേറ്റ് അച്ഛൻ ഞാൻ ചെല്ലാന്ന് പറഞ്ഞു. അമ്മാമ്മ ധൈര്യത്തോടുകൂടി നെഞ്ചും വിരിച്ച് ഇങ്ങോട്ട് വരികയാണ്. എന്നിട്ട് മൈക്ക് ഇങ്ങോട്ട് മേടിച്ച് എന്നിട്ട് അമ്മാമ്മ ചോദിച്ചു, അച്ഛാ ഇത്ര ഉള്ളത് വേണോ ഇത്ര ഉള്ളത് വേണോ?
അപ്പം ഞാൻ പറഞ്ഞു ദൈവമേ. അപ്പം അമ്മാമ്മ പറയണം അച്ഛാ അല്ലേ അങ്ങനെയില്ലേ ഇത്ര രണ്ടെണ്ണം ഉണ്ടാ ഉണ്ടാ? ആ അതെ കണ്ട ഉത്തരം പറഞ്ഞ ആദ്യ വെള്ളിയാഴ്ച ചെല്ലാനായിട്ട് വെറുതെ സെപ്പറേറ്റ് ഒരു പീസ് ഉണ്ട്. അത് ഇത്തിരി നീളമുള്ള അതറിയാമോ? കാണാപ്പാടം. ആ കാണാപ്പാടം അറിയില്ല കണ്ട. അതാണ് ചില പ്രാർത്ഥനകൾ. ഈ അമ്മാമ്മ എന്നിട്ട് ആദ്യ വെള്ളിയാഴ്ച ചെല്ലണ ജപം വെറുതെ പുല്ലുപോലെ അങ്ങോട്ട് ചെല്ലുന്നു. എനിക്ക് സത്യമായിട്ട് എനിക്കറിഞ്ഞൂടാ. ആദ്യ വെള്ളിയാഴ്ച ചെല്ലണ ജപമാണ്. അപ്പം ഞാനിങ്ങനെ നിൽക്കുക. പ്രിയമുള്ളവരെ, വേറൊരു കുഞ്ഞി കുടുംബപ്രതിഷ്ഠാ ജപമുണ്ട്. അത് എനിക്കിഷ്ടപ്പെട്ടൊരു അച്ഛനുണ്ട്. അച്ഛൻ ഞങ്ങളുടെ ഇടവകയിൽ മീൻസ് ഞങ്ങളുടെ രൂപതയിലുള്ളതാണ്. പാടശ്ശേരി അച്ഛനാണ്, ജോർജ് പാടശ്ശേരി അച്ഛൻ. 82-ാമത്തെ വയസ്സിൽ ഈ ഒരു 5-8 മാസം മുമ്പ് മരിച്ചു. വളരെ സന്തോഷമായിട്ട് ജീവിച്ച് സന്തോഷമായിട്ട് മരിച്ച്. ഇത് മരണത്തിൻ്റെ സമയത്ത് പോലും അച്ഛനിങ്ങനെ പറയുമായിരുന്നു, എടാ എനിക്ക് അധികം നാൾ കിടക്കണ്ട, നടന്നു മരിക്കണം, പക്ഷെ ഒരു 3 ദിവസം കിടക്കണം, എന്നാലാണ് ആൾക്കാരൊക്കെ അറിഞ്ഞു വരുള്ളൂ എന്ന് പറയും. അത് കൃത്യമായിട്ട് തമ്പുരാൻ അറിഞ്ഞ് 3 ദിവസം കിടന്ന് അതായിട്ട് മരിച്ചു. അപ്പം അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്. അച്ഛൻ ചെറിയൊരു കുടുംബ പ്രതിഷ്ഠാജപൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയം പോലെ ആക്കണേ. അല്ലേ, പഴയ അമ്മമാർ പഠിപ്പിച്ചിട്ടുള്ള സുഹൃദേവമാണ്. അത് കുറച്ചും കൂടിയും ഭംഗിയായിട്ട് ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയത്തിന് അതാണ് കറക്റ്റ്. എന്തുകൊണ്ടാണ്? ഒത്തതാക്കണമേ എന്നാണ്. പ്രിയമുള്ളവരെ, ഈ കുടുംബ പ്രതിഷ്ഠാ ജപം കഴിയുമ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ വേറെ ചേർക്കും അല്ലേ? എന്തൊക്കെയാണ്? ഈശോയുടെ തിരുഹൃദയമേ. അപ്പം നമ്മൾ എന്തു പറയും? ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിന്നെ എന്തു പറയും? അപ്പം നമ്മൾ എന്തു പറയും? പിന്നെ എന്തു പറയും? ഓക്കെ, നമ്മൾ എന്തു പറയും? അടുത്തതാരാണ്? ഓക്കെ, ആരാണത്? വേറെ എന്തോരം നല്ല വിശുദ്ധന്മാരുണ്ട്. അന്തോണി സൂണ്യാളൻ, ചൊക്ക നിൽക്കണേ. എന്തിന് സെബസ്ത്യാൻ സൂണ്യാളൻ, ഗീവർഗീസ് സൂണ്യാളൻ, യൂദാസ് ലീഹ, ഇതൊന്നും പറയാതെ ആ നേരത്ത് അടിക്കണം. എന്ത് മാർഗരിത്താൻ പറയുമേ നമ്മളെന്ത് പറയും? നമുക്ക് ആ സ്ഥാനത്ത് എന്ത് കിട്ടിയാലും ഔസപിതാവേ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പറയും. പൈൽ കുടിച്ചേട്ടാന്ന് പറഞ്ഞാലും ഞങ്ങൾ കൊണ്ടുവഷിക്കണേന്ന് പറയും. അത് ആ ഒരു ഈണം ഒരു താളമാണ്. അതെന്തു പറഞ്ഞാലും ശരി. മേരി ചേച്ചി ഞങ്ങൾ കൊണ്ടുവഷിക്കണേ. എന്തിന്? വിശാലാക്ഷി ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ കൊണ്ടുവഷിക്കണേന്ന് പറയാം. കാരണം അത് ആ താളമാണ്, ആ ഈണമാണ്. പ്രിയമുള്ളവർ, ഇതാരാണ്? ആർക്കെങ്കിലും അറിയാമോ? കേട്ടിട്ടുണ്ട്, പറഞ്ഞോ. അതെ, ഈശോയുടെ തിരുഹൃദയത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചൊരു വിശുദ്ധയാണ്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ, അമ്മച്ചി പറഞ്ഞ കറക്റ്റ്. അമ്മച്ചിയുടെ പേരെന്താ? മോളി. മോളി എന്ന് പറയുമ്പോൾ സാധാരണ അല്ലേ, ഒരു 22 വയസ്സായ ചേച്ചിയുടെ അല്ലേ മോളി എന്നൊക്കെ പറഞ്ഞു. അത്രേ ഉള്ളൂ എന്ന് തോന്നണം. കണ്ട ലുക്കിൽ അത്രേ ഉള്ളൂ. ശരിക്കും അത്രയാണെന്നാവും. ഇപ്പം നമുക്ക് അല്ലേ ലുക്ക് കണ്ടിട്ട് പ്രായം പറയാൻ പറ്റൂലട്ടാ അല്ലേ? ലുക്കൊക്കെ കണ്ട് നമ്മൾ മോളെന്ന് വിളിക്കുമ്പോൾ അച്ഛാ അമ്മൂമ്മയാണ് അച്ഛാന്ന് പറയും. സോറി അച്ഛാ. അതുകൊണ്ട് നമുക്ക് ലുക്കിൽ ഇപ്പം രക്ഷയില്ല എന്നുള്ളത്. മോളി ചേച്ചി പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഈശോയുടെ തിരുഹൃദയത്തോട് സ്നേഹമുണ്ടായിരുന്ന വ്യക്തി എന്നതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് മാറ്റി പറയാണ്, ഈശോയോട് ഒരുപാട് സ്നേഹം ഉണ്ടായതുകൊണ്ട് ഈശോയുടെ ഹൃദയത്തെ ഈ വിശുദ്ധയുടെ മുമ്പിൽ തുറന്നു കാണിച്ചു എന്നുള്ള അതാണ് ഈ ആ വിശുദ്ധയെ കണ്ടിട്ടുണ്ടോ? ഇതാണ് ആ വിശുദ്ധ മാർഗരീത്ത മറി. ജനിച്ചതെന്നാണെന്നറിയാമോ? വളരെ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതെന്നാ 1947. ആ 9 ഒന്ന് തിരിച്ചിടാം. അപ്പം എത്രയായി? 1647. 1647 ജനിച്ച് 43 വയസ്സ് മാത്രം ജീവിച്ച ഒരു ഫ്രഞ്ച് വനിതയാണ് പിന്നീട് കന്യാസ്ത്രീയായി. ഈ കന്യാസ്ത്രീക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഫ്രീ ടൈം കിട്ടുമ്പോൾ കന്യാസ്ത്രീ പറയും, പള്ളിയിൽ വന്നിട്ട് പറയും, അച്ഛാ എനിക്ക് ആ ദിവ്യകാരുണ്യം ഒന്ന് എഴുന്നള്ളിച്ച് വെച്ച് വരുമെന്ന് ചോദിക്കും. ഫ്രീ ടൈം കിട്ടും, വേണ്ട. അല്ലാത്ത സമയത്തൊക്കെ പ്രാർത്ഥനയും പരിത്യാഗമൊക്കെ ഇങ്ങനെ നടക്കണേണ്. പിന്നെ ആ പ്രാർത്ഥനയ്ക്ക് ഇല്ലാത്ത സമയത്ത് വികാരിച്ചിനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാം. നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ അമ്മ എന്ത് ചെയ്യും? നമ്മ ഉറങ്ങും. പിന്നെ ഇപ്പോൾ റീൽസ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അതിങ്ങനെ തേച്ച് എവിടം വരെ പോകുന്നു ഒരു പിടിയില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ വിചാരിക്കും നിങ്ങളെ കുറ്റം പറയാം. ഞാനും അതെ, ചില സമയത്ത് ഈ സാധനം എടുത്തിട്ട് വെക്കണം, ദൈവമേ 1/2 മണിക്കൂർ കഴിഞ്ഞാൽ പെട്ടെന്ന് ആലോചിക്കണം. അതുകൊണ്ട് ഇപ്പോൾ ആ സാധനം എടുക്കണത് ഇപ്പോൾ രാത്രിയും രാവിലെ മാത്രമാക്കി ചുരുക്കിയൊക്കെയാണ്. വേറെ നിവൃത്തിയൊന്നുമില്ല എന്നിട്ടാണ്. പ്രിയമുള്ളവരെ,
ഈ മാർഗരീത്ത മറിയം ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒക്കെ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെക്കും. അതിൻ്റെ മുമ്പിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദിവ്യകാരുണ്യം അപ്പം ഉണ്ടല്ലോ, അപ്പത്തിൻ്റെ അവിടെ നിന്ന് ടോർച്ചടിക്കണ പോലെ ഒരു വെട്ട ഇങ്ങനെ പുറത്തേക്ക് വന്നു. അതിങ്ങനെ ഒരു ആളിൻ്റെ രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ മാർഗരീത്ത മറിയത്തിന് മനസ്സിലായി, വെറുതെ ആളല്ല, ഈശോയുടെ മുഖത്തിന് കാണാനൊരു ഭംഗിയില്ല. ഭംഗി മുഴുവനും വെട്ടം മുഴുവനും ഈശോയുടെ ഹൃദയത്തിലാണ്. ഇത് കണ്ട, മുഖം അത്ര ഗ്രേസ്ഫുള്ളല്ല, പക്ഷെ വെട്ടം മുഴുവനും ഇവിടെയാണ്. എന്നിട്ട് ഈ മാർഗരീത്ത മറിയത്തോട് ഈശോ ഒരു കാര്യം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: മനുഷ്യമക്കളെ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും ഒരല്പം പോലും പ്രതിസ്നേഹം ലഭിക്കാതെ അനേകരിൽ നിന്ന് നിന്ദനം മാത്രം ഏറ്റുവാങ്ങുന്ന വേദനിക്കുന്ന എൻ്റെ ഹൃദയത്തെ കണ്ടാൽ.